ബാർബിക്യൂ നേഷൻ. എല്ലാ ദിവസവും മസാല കഴിച്ചെന്ന് വേറെ എന്തെങ്കിലും വെറൈറ്റി കഴിക്കാതെ. അല്ല, ആ വെറൈറ്റി അതാ ഞാൻ പറഞ്ഞില്ല, പിന്നെ ബാർബിക്യൂ നേഷൻ എന്ന് പറഞ്ഞൊരു ഇതൊന്നും നിങ്ങളന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം മസാല ഈ ചോറ് വന്ന് കഴിച്ചിട്ട് ഒരു ഡിഫറൻറ്റ് കഴിക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറിയാലോ. ക്ലാസിക് ഫുഡ് കയറാം. How's the taste? Spicy? Good. Very good. Good. Very good. ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര അടിപൊളി സർവീസാണ്. 5 മിനിറ്റ് കുടുംബന്മാർ വന്ന് ചോദിച്ചോണ്ടിരിക്കും, കൊള്ളാമോ, എന്നാ വേണം, അത് വേണം, ഇത് വേണം. എല്ലാം കഴിഞ്ഞിട്ട് നാളെ ഉച്ചയാകുമ്പോൾ കുറേ ഹെഡ് ഓഫീസിൽ ഒരു ഫോൺ വരും, ഇന്നലെ നിങ്ങളുടെ ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു. ശരി, അതും ആന്ധ്രാപ്രദേശിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. അവിടുന്ന് നമുക്കൊരു കോൾ വരും, ഇങ്ങനെ കഴിച്ച എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ എല്ലാം ഓക്കെയാണോ. ഭയങ്കര വെൽ ട്രെയിൻഡ് സ്റ്റാഫാണ്. രണ്ടാമത് ഇമാർക്ക് ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കില്ല. ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റിലും ടിപ്പ് തരും. ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിക്കത്തില്ല. എല്ലാം ബെസ്റ്റ് സർവീസ്. നമ്മുടെ കമ്പനി ആ പോളിസി അടിപൊളി കൂട്ടാം. ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്തു കഴിച്ചു നോക്കുമ്പോൾ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് എന്നാ പൂർണ്ണമായിട്ട് നോർത്ത് ഇന്ത്യൻ അല്ല, ഫുൾ നോർത്ത് ഇന്ത്യനും അല്ല. എന്നാ ഒരു ക്ലാസിക് ബാർബിക്യൂ. ഒരുപാട് മസാല വിസാരമൊന്നുമില്ല. പിന്നെ അവർ നമുക്ക് ഇച്ചിരി സ്പൈസ് വേണമെന്നല്ലേ പറഞ്ഞാൽ അവർ സ്പൈസാക്കി തരും. ചേട്ടാ പനീർ ഒരു പീസ്. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു 3-4 ലൈവ് കൊണ്ട് 2-3 വട്ടം ബിരിയാണി ഉണ്ട് അവരൊക്കെ. അല്ല, ഇവിടുത്തെ ഡാല് ബിരിയാണി അടിപൊളി സാധനം. ഡാലൊക്കെ ലൈവ് ഉണ്ട്. ഫുഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറിന് ഈ പുളി അരിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു ഇത് നമുക്ക് തോന്നിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെന്ന് കഞ്ഞിയും പയറും പപ്പടമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയാക്കി ഒരു ഇഷ്ടവും അതൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡ് നല്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻ പറയാനൊന്നും പറ്റത്തില്ല. നല്ലതാണ്. ബാർബിക്യൂ ബാർബിക്യൂ മലായ. പെട്ടെന്ന് വേറെ പറയും, 2 കഴിച്ചാൽ മതി. 2 3 പേരും ഇതായാലും കൊള്ളാം. കണ്ടോ എങ്ങനെ വീട്ടിൽ പോകും, അതാണ് കുഴപ്പം. അതൊക്കെ ഓടിച്ചങ്ങ് പോയാൽ മതി. അതില് നമ്മുടെ നാട്ടിലെ ഇഡ്ഡലി കുട്ടവും പോയിരിക്കുന്നത് അല്ലേ. ഇത് ഓരോ സ്വീറ്റ്സിന്റെ ഓരോ വെറൈറ്റി ആണെന്ന് അല്ലേ, ഓരോ വെറൈറ്റി സാധനങ്ങളാണ്. കയറിട്ട് കെട്ടി വെച്ചിരിക്കുക, ഓടാതിരിക്കുക. lemon, olive and garlic broccoli.
teriyaki and raw pava with lemon oil tassels. Yes. അടിപൊളി ഫുഡ്. എങ്ങനെ വീട്ടിൽ പോയി വയറ് പറഞ്ഞോണ്ടാണ്. അത് കുഴപ്പമൊന്നുമില്ല. അത് രസമായിരിക്കും. കാരണം എന്താ പറയാ, നേരത്തെ നമ്മള് വന്ന് കയറിയപ്പോ തന്നെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടായിരുന്നു. പക്ഷെ പകുതിയെ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു അത് പറ്റൂല. എല്ലാം കൂടെ നമ്മള് ഫിഷ് കറി, ചിക്കൻ ടിക്ക, മസാല വിസാല ബുഫേ അതല്ലേ മൊത്തം കിടക്കുകയാണ്. ഓ, അതും പറ്റില്ല. പെട്ടെന്ന് കയറിയപ്പോ നല്ല ബുഫേ. നല്ല ബുഫേ. വലിയ നിസാര പൈസയായി. അടിപൊളി സ്ഥലം. ആ, പിന്നെ പാർട്ടി വീട്ടിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവരല്ലേ. ഓക്കെ. എന്താണെങ്കിലും കൊള്ളാം. എന്തായാലും കൊള്ളാം. ഇത് കറക്റ്റ് പ്ലേസ് എവിടെയായിരുന്നു? അൽബർഷ ബാർബിക്യൂ നേഷൻ. അൽബർഷ 2 ആ? അൽബർഷ 1 മോഹ കോംറേഡ്സിനെ തൊട്ടടുത്തത്. മോഹ കോംറേഡ്സ്. അൽബർഷ 1 നമ്മള് താമസിക്കും. ഇത് തന്നെ. ഇവിടെ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ.